പ്ലീസ് വെൽക്കം ചെയ്യാം. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെയിറ്റിംഗ് അപ്പോൺ യു ലോർഡ്. ഇന്ന് രാത്രി രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചാലും യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെ പൊക്കിച്ചു ശുദ്ധീകരിക്കുമല്ലോ. പൊടിപടലങ്ങളെല്ലാം ക്ഷമിക്കണം കർത്താവ്. ചിന്തകളോ നോട്ടോ എവിടെയെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ എല്ലാം ക്ഷമിച്ച് രക്തത്താൽ ശുദ്ധീകരിച്ചാലും, വാക്കുകൾ കണ്ട് എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ചിന്തകളിൽ വന്ന പാപങ്ങൾ കഴിയാനും ശുദ്ധീകരിച്ചാലും, എവിടെയെങ്കിലും കർത്താവെ ഞങ്ങൾക്ക് എന്തെങ്കിലും ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഉപേക്ഷിക്കുവാനുണ്ടെങ്കിൽ രാത്രിയിൽ അതിനുവേണ്ടി ദൈവസ്ഥലം സറണ്ടർ ചെയ്ത കർത്താവെ, ദൈവം എല്ലാം അറിയുന്നല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവം കാണുന്നു, ഹൃദയം കാണുന്നു. ഓ ഹോളി സ്പിരിറ്റ് പ്ലീസ് കം. ഹോളി സ്പിരിറ്റ് പ്ലീസ്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എങ്കിലും ഈ മീറ്റിങ്ങിനായി ക്ഷണിച്ചാൽ, ഈ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ, എഴുന്നള്ളി വരുവാൻ വിളിച്ചാലും, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓണർ ചെയ്യുന്നു. കർത്താവ് എല്ലാ മഹത്വം അങ്ങേക്കാണ്. ഐ ഗിവ് യു ഓൾ ഗ്ലോറി, ഓണർ, പ്രൈസ് എല്ലാം കർത്താവിന് തരികയാണ്. എല്ലാം പുകഴ്ചയും കർത്താവിന് തരികയാണ്. ഞങ്ങൾക്കൊന്നുമില്ല കർത്താവ്. എല്ലാം പുകഴ്ചയും മഹത്വവും ആരാധനയും എല്ലാം അങ്ങേക്ക് ഇന്ന് രാത്രി അർപ്പിക്കുകയാണ്. ഞങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു, സറണ്ടർ ചെയ്യുന്നു. ഓ രക്തം ഞങ്ങൾ ക്ഷേമെടുക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് പ്ലീസ് കം, പ്ലീസ് കം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും, ഓ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവാണ് യേശുവിനെ റിവീൽ ചെയ്ത് തരേണ്ടത്. പരിശുദ്ധാത്മാവാണ് ഇതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ്, നമ്മുടെ മിനിസ്ട്രി അല്ല. പരിശുദ്ധാത്മാവാണ് ഇവിടെ മിനിസ്ട്രി ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു ആയുധങ്ങൾ മാത്രം, ഒരു ആയുധമാക്കി കർത്താവ് ഉപയോഗിക്കുന്ന അത്രേ ഉള്ളൂ. ഇവിടെ കർത്താവിനെ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ എത്തിയിരിക്കുക, യേശുവിനെ രുചിക്കുവാൻ എത്തിയിരിക്കുക, യേശുവിനെ രുചിച്ചറിയുവാൻ, യേശുവിനെ ഉയർത്തുവാൻ വന്നിരിക്കുക. യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് മറ്റൊന്നും ഉയർത്താൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്ഥലമുണ്ട്. ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു, ഓരോരുത്തരും സമർപ്പിക്കുന്നു. യെസ്, അവയുടെ ദാസന്മാര്, ദാസിമാരെ, കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഇവിടെ കിടക്കുന്ന എല്ലാ ആൾക്കാരെയും ഏൽപ്പിക്കുന്നു, വരാനുള്ളവരെ ഏൽപ്പിക്കുന്നു, യാത്രയിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ജീസസ്, ജീസസ്, ഓ ജീസസ്. എല്ലാ അന്തരീക്ഷ മണ്ഡലങ്ങളും ശുദ്ധമാകട്ടെ. അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണ്. അന്തരീക്ഷത്തിലെല്ലാം യേശുവിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. ഹല്ലേലൂയ. ഓ ആകാശമണ്ഡലങ്ങൾ യേശുവിന്റെ രക്തം തളിക്കുന്നു. രാത്രി ദൂതന്മാരിറങ്ങി വെട്ടേണ്ട എല്ലാം വെട്ടട്ടെ, അടയ്ക്കേണ്ടതെല്ലാം അടയ്ക്കട്ടെ, തുറക്കേണ്ടതെല്ലാം തുറക്കട്ടെ. In the name of Jesus. In the name of Jesus. ദർശനങ്ങൾ വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരട്ടെ, ദർശനങ്ങൾ, വെളിപ്പാടുകളെ, ഓ വിഷൻസ് എല്ലാം വെളിപ്പെട്ടു വരട്ടെ. രാത്രി പ്രവചനം വെളിപ്പെട്ടു വരട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. വെട്ടേണ്ടതെല്ലാം വെട്ടുവാൻ സഹായിക്കണമേ. മറഞ്ഞിരിക്കുന്നത് കർത്താവ് വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. ദൂതുകൾ വെളിപ്പെട്ടു വരുവാൻ, അന്ധകാരം വെളിപ്പെട്ടു വരുവാൻ, ശാസിക്കുവാൻ, എവിടെയെങ്കിലും കർത്താവ് ബന്ധനങ്ങളുണ്ടെങ്കിൽ വെളിപ്പെട്ടു വരുവാൻ, എവിടെയെങ്കിലും കർത്താവ് രോഗാത്മാവുണ്ടെങ്കിൽ വെളിപ്പെട്ടു വരുവാൻ, എല്ലാം തകർത്തുടയ്ക്കുന്നത് രാത്രി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ജീസസ്. പാപത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിപ്പെട്ടു വരണം കർത്താവേ. പാപങ്ങളൊക്കെ വെളിപ്പെട്ടു വരണം കർത്താവേ. ഹല്ലേലൂയ. ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നല്ലോ കർത്താവേ. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. അതുപോലെ കർത്താവെ, ശുദ്ധീകരണം കൂടാതെ നിർത്തിയതേ പോകത്തില്ലല്ലോ കർത്താവെ. അനുദിനം ഞങ്ങൾ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണമല്ലോ കർത്താവ്. ഇതിന് രാത്രി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഓ ഇതിനകത്ത് ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യണം. വചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ കലവറ തുറക്കണം കർത്താവെ. ഞങ്ങൾക്ക് വേണ്ട മന്ന രാത്രി തന്നിരിക്കുന്നതിനായ സ്തോത്രം. ജീസസ്. ചുറ്റുപാടുകളുടെ റൂമുകളെല്ലാം ഏൽപ്പിക്കുകയാണ്, ചുറ്റുപാടുകളുടെ കർത്താവെ ബിൽഡിംഗ് ഏൽപ്പിക്കുകയാണ്. രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, എല്ലായിടത്തും രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ.
യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി രാത്രി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഓ മൈക്രോഫോണിനെതിരെ നിൽക്കുന്ന എല്ലാ പോരുകളെ ശാസിക്കുന്ന കർത്താവേ, in the name of Jesus. മൈക്രോഫോണിനെതിരെ നിൽക്കുന്ന പോരുകളെ ശാസിക്കുക. ഓ റഗൽ കനകദരഗസ്തനക മൈക്രോഫോണിനെതിരെ നിൽക്കുന്ന പോരുകളെ ശാസിക്കുന്നു. രക്തത്താൽ വചനത്താൽ ജയം, രക്തത്താൽ വചനത്താൽ ജയം, രക്തത്താൽ വചനത്താൽ ജയം, രക്തത്താൽ വചനത്താൽ ജയം. നെറ്റ്വർക്കിനെതിരെ നിൽക്കുന്ന പേരുകളെ ശാസിക്കുന്നു. ജീസസ്, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും യേശുവിനെ വിളിച്ചാൽ ജീസസ്. യേശുവേ, യേശു കർത്താവ് ഇതിനകത്ത് വന്നാൽ എല്ലാവരും യേശുവിനെ വിളിച്ചാൽ ജീസസ്, ജീസസ്, ജീസസ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും യേശുവിനെ വിളിച്ചാൽ ജീസസ്, ജീസസ്. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിളിച്ചാൽ ജീസസ്. ഓ ജീസസ്, 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 ജീസസ്. വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ട് നമുക്ക് മലയാളം പാട്ട് പാടാം എല്ലാവർക്കും. ഹല്ലേലൂയ. ഓ അറിയാവുന്ന പാട്ടാണ് വെൽക്കം ഹോളി സ്പിരിറ്റ്, വി ആർ ഇൻ യുവർ പ്രസൻസ്. എല്ലാവരും കുഞ്ഞുങ്ങളും പാടണം കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം പാടിയല്ല കൂടെ. നേരെ ഇരിക്കും, നേരെ ഇരിക്കും, നേരെ ഇരിക്കും. എല്ലാവരും ചാരി കിടക്കാൻ Welcome Holy Spirit, we are in your presence. Fill me with your power, live inside of me. Welcome Holy Spirit, we are with your presence. Fill me with your power, live inside of me. You're the living water, never drying fountain, comforter and counselor, take complete control. You're the living water, never drying fountain, comforter and counselor, take complete control. Welcome Holy Spirit, we are in your presence. Fill me with your power, live inside of me. Welcome Holy Spirit, we are in your presence. Fill me with your power, live inside of me. You're the living water, never drying fountain, comforter and counselor, take complete control. You're the living water, never drying fountain, comforter and counselor, take complete control. Welcome Holy Spirit, we are in your presence. Fill me with your power, live inside of me.
Holy Spirit, we are in your presence. Fill us with your power. Live inside of me. ശുദ്ധമാ വരട്ടെ. Welcome Holy Spirit. ക്ഷണിച്ചാൽ live inside of me. Fill me with your power. Live inside of me. പരിശുദ്ധാത്മാവ് വരാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഹൃദയത്തിൽ നിറഞ്ഞു വേണം പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ. ഓരോ വാക്കുകൾ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ വിളിക്കുക. ജീസസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയം കൊണ്ട് നിറഞ്ഞു വേണം ജീസസ് നന്ദിയുള്ള ഹൃദയത്തോടെ. സ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം, ഹെവനിൽ ആ ദൂതന്മാര് ആരാധിക്കുന്ന അതുപോലെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ജീസസ്, ഓ ഹോളി സ്പിരിറ്റ്. എഴുന്നേറ്റേക്കാവോ നിങ്ങളൊക്കെ കരങ്ങൾ വെച്ച് പാടിയാലും. Let your voice be heard. Come and change our hearts as we stand on your word. Holy Spirit, rain down, rain down. Holy Spirit, rain down. Holy Spirit, എല്ലാവരും താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താലും കർത്താവെ ഞങ്ങൾ തന്നെ താഴെ സറണ്ടർ ചെയ്യാം. യെസ്, എല്ലാവരും സറണ്ടർ കൊടുത്താലും ആത്മാവിൻ്റെ സാന്നിധ്യം വരാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാ എല്ലാവരും ആഗ്രഹമാണ്, എല്ലാവർക്കും ആഗ്രഹമാണ്. ഇന്ന് രാത്രി ഞാൻ പ്രാപിക്കും, ഇന്ന് രാത്രി എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം, എനിക്ക് കർത്താവിനെ തൊടണം, കർത്താവിനെ തൊടും. ഹല്ലേലൂയ.
രാത്രി കർത്താവ് ഞങ്ങൾ വിളിക്കുകയാണ്, അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു. മഹത്വരാഗതരമായ കാര്യങ്ങളെല്ലാം അറിയിക്കണം കർത്താവ്. യേശു കർത്താവിന്റെ രാത്രി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ മീറ്റിംഗിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു കർത്താവേ. We are waiting upon you, Lord. We are waiting upon you, Lord. Hallelujah. നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഹൃദയത്തിൽ എന്താ പറയുക ആഗ്രഹമില്ലെങ്കിൽ ദൈവത്തിൽ വരാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ യാഗമായി എല്ലാവരും ഹൃദയം തുറന്നാല, എല്ലാവരും ഹൃദയം തുറന്നാല, എല്ലാവരും ഹൃദയം. ഈ ഇടതുവശത്തെ ചെവിക്കുന്ന രാത്രി കർത്താവ് സൗഖ്യമാക്കാൻ പോകും. എന്തോ ഒരു പെയിൻ ഉണ്ട് ഇടതു സൈഡിൽ ചെവിക്ക്. ആർക്കുള്ളത്? രാത്രി കർത്താവ് സൗഖ്യമാക്കും ഇടതുവശത്തെ പെയിൻ ചെവിക്കകത്ത്. ഹല്ലേലൂയ. ഹീൽ ദ നെയിം, ബി ഹീൽ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഹീലാവും. യേശുവിന്റെ നാമത്തിൽ രാത്രി ഹീലാവും. തൊടുവാണ് ഇടതുവശത്തെ ചെവിക്കകത്ത് എന്തോ ഒരു വേദന. ആർക്കോ ഉണ്ടോ? പറയുമ്പോൾ പറയണം. നമ്മളിങ്ങനെ പരിശുദ്ധാത്മ പറയുമ്പോൾ പിന്നെ മിണ്ടായിരിക്കുക. പരിശുദ്ധാത്മ വെളിപ്പെടുത്തുമ്പോൾ യെസ് എന്ന് പറയണം. കാരണം എന്നാലും ഡെലിവൻസ് നടക്കത്തുള്ളൂ. നമ്മളെ മൗനമായിട്ട് ഡെലിവൻസ് നടക്കുക. യെസ്. കരം വെക്കോടെ, കരം വെക്കോടെ, ഇടതുവശത്ത് കരം വെക്കുക. യെസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമാണ്. യേശു ക്രിസ്തു നാമത്തിലുള്ള സൗഖ്യമാകട്ടെ. Be healed in the name of Jesus. Touch. Be healed in the name of Jesus. Touch. Holy Ghost touch. Uramanasi touch. Touch now. Touch now. Touch now. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തു അട്ടിപ്പണ്ടലുകളാലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. ഇപ്പോൾ ആ വേദന വിട്ടുമാറട്ടെ. ഇപ്പോൾ ഇൻഫെക്ഷൻ വിട്ടുമാറട്ടെ. ഇപ്പോൾ ഇറിറ്റേഷൻ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ഇറിറ്റേഷൻ ഉള്ള ആത്മാവിനെ ശാസിക്കുന്നു. ഇറിറ്റേറ്റ് ചെയ്യുന്ന ആത്മാവിനെ ശാസിക്കുന്നു. ഹല്ലേലൂയ. ഇറിറ്റേറ്റ് ചെയ്യുന്ന ആത്മാവിനെ ശാസിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫോർ എ ടച്ച്. താങ്ക് യു ഫോർ എ ടച്ച്. താങ്ക് യു ഫോർ എ ടച്ച്. ഹല്ലേലൂയ. ഇപ്പൊ സംഭവം എന്തോ ഒരു ടച്ച് ചെയ്യുന്നില്ല അവിടെ. എന്തുവാ എന്തോ ടച്ച് ചെയ്യുന്ന അവിടെ? എന്താ ഫീൽ ചെയ്യുന്നത്? അപ്പൊ ചൂട് പോലെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? എന്തുവാ? ഹീലിങ്സ് നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ റിസീവ് ചെയ്യണം. കർത്താവെ തൊട്ടുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. എനിക്കത് മനസ്സിലാവുന്നു. ഞാൻ റിസീവ് ചെയ്യുന്നു. ആ ഹീലിങ്സ് റിസീവ് ചെയ്യുന്നു. നമ്മൾ പറയണം അന്നേരം, ഞാൻ ഹീലിങ്സ് റിസീവ് ചെയ്യുന്നു, ഞാൻ റിസീവ് ചെയ്യുന്നു. ആമീനല്ല, ഞാൻ റിസീവ് ചെയ്യുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ആ ഹീലിങ്സ് സ്വീകരിക്കുന്നു. എനിക്ക് ഇനി വേദന വരത്തില്ല. യേശുവിന്റെ നാമത്തില് ആ വേദന മാറ്റിയതിനായ സ്തോത്രം. താങ്ക് യു ജീസസ്. നമ്മൾ ഓരോ അത്ഭുതം നടക്കുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യണം. കർത്താവ് പറയണ കർത്താവെ തൊട്ടതിനായ സ്തോത്രം, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം, സൗഖ്യമാക്കിയതിനായ സ്തോത്രം. ഇനി അതെനിക്ക് എന്റെ ജീവിതത്തിൽ വരത്തില്ല. പിശാചിനെ അന്നേരം സമയത്ത് ശാസിക്കണം. യേശുവിന്റെ നാമത്തില് ഡീമൺ പിശാച ഇനി ഇത് വരത്തില്ല, നിനക്ക് എന്നെ തൊടാൻ സാധ്യമല്ല. രോഗാത്മാവിനെ ശാസിക്കണം. രോഗാത്മാവ് ഇനി നിനക്ക് ഇതിനെ തൊടാൻ സാധ്യമല്ല, ആ ഭാഗത്ത് തൊടാൻ സാധ്യമല്ല. അങ്ങനെ നമ്മൾ ജയമെടുക്കുന്നു. അങ്ങനെ ജയമെടുക്കുന്നു. ആത്മാവ് ജയമെടുക്കുന്ന അങ്ങനെയാണ്. ഹല്ലേലൂയ. ഓ thank you Holy Spirit. Thank you Holy Spirit. Come on. Holy Spirit rain down. Holy Spirit rain. Let's sing together. Down. Rain down. Let your power fall. Let your voice be heard. Come and change our hearts as we stand on the word. Holy Spirit rain down. Rain down. Holy Spirit rain down. Let your power fall. Let your voice be heard. Come and change our heart as we stand on your word. Holy Spirit, rain down. Rain down. അന്യഭാഷകളെല്ലാം അന്യഭാഷ പറഞ്ഞാൽ ഊറാക്കാമാനാസി ശക്തി വ്യാപരിക്കട്ടെ. അന്യഭാഷയ്ക്കകത്ത് ശക്തിയുണ്ട്. അന്യഭാഷ ശക്തി വ്യാപരിക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സക്കായെ പോലെ ശരീരം ഒഴിയിരിക്കുക. ഹല്ലേലൂയ. കാണാമെന്നോ? നോ നോ നോ.
രാത്രി കർത്താവിനെ തൊടുവാൻ അത്താഴം കഴിക്കാൻ വരിക, അത്താഴം കഴിക്കുക കർത്താവിനോട്. ഹല്ലേലൂയ. രാത്രി യേശുവിനെ കാണാൻ വന്നതല്ല. പ്ലീസ്, കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവിനെ സ്തുതിച്ചാൽ, ആരാധിച്ചാൽ. രാത്രി നമ്മൾ ആരും കർത്താവിനെ കാണാൻ വന്നതല്ല. ആരാധിച്ചാലും ആരാധിച്ചാലും ആരാധിച്ചാലും. എല്ലാവരും വായി തുറന്ന് സംസാരിച്ചാലും അന്യഭാഷ ഇല്ലാത്തവർ സ്തുതിച്ചുകൊണ്ടിരുന്നാലും സ്തോത്രം സ്തോത്രം പറഞ്ഞാലും കുഞ്ഞുങ്ങളെല്ലാം പറ, I praise you, I praise you, I praise you, I worship you. വികരാതന സഗന ശന്ദന വനഹസ്തന ഉറാലി ബാല ശന്ദന വാക്കവ പറാക്കവന ശരകട. അന്തരീക്ഷമാണ് 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 അന്തരീക്ഷമാട്ടെ. ഇരുട്ടുമാരുടെ പ്രകാശം വ്യാപരിക്കട്ടെ, ഇരുട്ടുമാരുടെ പ്രകാശം വ്യാപരിക്കട്ടെ, ഇരുട്ടുമാരുടെ പ്രകാശം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങ് ക്ഷണിക്കുന്നു, പരിശുദ്ധാത്മാവെ അങ്ങ് ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രിയെ വലിയ അനോയിന്റിംഗ് ആയി വന്നാൽ ഈ ഫയർ ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഫയർ ആയിട്ടുണ്ട്, ഫയർ ആയിട്ടിരട്ടെ. ഞങ്ങളെല്ലാവരും ഫയർ ആയിട്ടിരട്ടെ. രാത്രി ഫയർ ആയിട്ടിരട്ടെ, ഫയർ ആയിട്ടിരട്ടെ. ഫയർ ആയിട്ടിരട്ടെ. രാത്രി ഫയർ ആയിട്ടിരട്ടെ. തണുക്കാനല്ല കർത്താവ്, ഫയർ ആയിട്ടിരട്ടെ. ഓ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്ഭുതം ചെയ്തതിനായ സ്തോത്രം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്തതിനായ സ്തോത്രം. ഓ, ഇത് രാത്രിയിൽ വന്നപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്തതിനായ സ്തോത്രം. ഓ, we give you all glory, honor, praise. എല്ലാ മഹത്വം കർത്താവിന് തരികയാണ്, എല്ലാ പുകഴ്ചയും കർത്താവിന് തരികയാണ്. ദേശക്ക് വ്യാപരിക്കട്ടെ, ദേശക്ക് വ്യാപരിക്കട്ടെ. യെസ്, voices rise and hearts proclaim, holy is your name. Peace of Zion fills the air, your presence everywhere. Every soul begins to shine in your love divine. Hallelujah, Adonai, light of heaven high. Jerusalem we sing, glory to our King. Hallelujah, Adonai, light of heaven. യേശുവിന്റെ മുഖത്തോട് നോക്കിയാലും Jerusalem we sing, glory to our King. യേശുവിന്റെ മുഖത്തോട് നോക്കിയാലും കണ്ണുകളടച്ച് യേശുവിന്റെ മുഖത്തോട് നോക്കിയാലും അവസരങ്ങൾ ഇതിനകത്ത് പ്രാപിക്കട്ടെ, വെളിപ്പാടുകൾ പ്രാപിക്കട്ടെ, ദൈവശബ്ദം കേൾക്കട്ടെ. Oh, Jerusalem bright, shine your endless light. Ruach Elohim renew, we belong to you. ഭാഷകൾ പറഞ്ഞാൽ ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. അന്യഭാഷ പറഞ്ഞാൽ അന്യഭാഷകൾ പറഞ്ഞാൽ അന്യഭാഷകൾ പറഞ്ഞാൽ വന്നോടനെ പ്രാർത്ഥനയിൽ ഒരു ഹീലിംഗ്സ് നടന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി. ഓ, ചെവിക്ക് രോഗമായിട്ട് വന്ന ഹല്ലേലൂയ, വേദനയായിട്ട് വന്ന കർത്താവെ സൗകര്യം കൊടുത്ത വിടുതലായി സ്തോത്രം ചെയ്യാം. ഇതിനകത്ത് തുടർന്ന് പരിശുദ്ധാത്മാ ചെയ്യട്ടെ. വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ, ഇവിടെ വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ, വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. എല്ലാവരും അന്യഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു. യെസ്, അന്യഭാഷ അന്യഭാഷ. Of Israel to sing, voices arise to the Holy King. Ruach Elohim, bring again, your glory has no end. Show the sound, the earth replies, holy Shakara mana hachara mana hasara kadana shara kadana hasana. hearts are free. Baba baba rashal kadana hasara kadana kadana kadana. Flow from Zion's hill, peace and joy
from Israel's side, we cry, your name we glorify. Every tribe and tongue proclaim, forever bless your name. Hallelujah, Adonai, resounds your love forever find. Hallelujah, your light will never die. From mountains high we sing, glory to our King. Ruach Elohim, move strong, fill the earth with song. Holy One, arise again, forever you remain. കരങ്ങൾ വിളിച്ചാലും Jesus. Oh, Rabana Basharabana Hasharabana 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 Amba Baba Basharabana Basharabana Little പരിശുദ്ധാത്മാവേ വന്നാലും ഓ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആദ്യം വന്നാലും moving in all the earth. Hallelujah, hallelujah. Signs and wonders when God moved. ദൈവത്തിനാത്മാ മൂശിയട്ടെ. ഓ ദൈവത്തിനാത്മാവിനകത്ത് മൂശിയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ദൈവത്തിനാത്മാവിനകത്ത് മൂശിയട്ടെ. ഇതിനകത്ത് നമ്മുടെ കഴിവില്ല. ദൈവത്തിനാത്മാ മൂശിയട്ടെ. ദൈവത്തിനാത്മാ മൂശിയട്ടെ. God is moving by spirit. Hallelujah, moving in all the earth. Signs and wonders. And God moved. Move on all we need. Oh, hallelujah. God is moving. Oh, Holy Spirit, yes. Oh, hallelujah. ഇതിനകത്ത് പരിശുദ്ധാത്മാ മൂശിയതാലും പരിശുദ്ധാത്മാവ് ഇതിനകത്ത് മൂശിയതാലും ഞങ്ങളെല്ലാം കർത്താവ് പരിശുദ്ധാത്മാ മൂശിയതാലും. ഓ ഹല്ലേലൂയ. Holy Spirit, go through me. Come flow through me. And make My life what is what it all ought to be. Holy Spirit വരാൻ പറഞ്ഞു. Holy Spirit, Spirit, come flow. Holy Spirit, please come. Holy Spirit, Holy Spirit, come flow through me. tonight. Just Holy flow Spirit, through just flow me. through us. Fill us. Holy Power us. Spirit, Yes. Holy Spirit, come come flow flow through through us. me. And And make my my life life what what it it ought ought to be. to be. Holy Spirit, Holy Spirit, come flow through me. എല്ലാവരും ക്ഷണിച്ചാലും ഹോളി സ്പിരിറ്റ് കം ഫ്ലോ ത്രൂ മീ. എല്ലാവരും വിളിച്ചാലും ഹോളി സ്പിരിറ്റ് രാത്രികളുടെ മേൽ ഒഴുകട്ടെ. ഞങ്ങൾ ഒഴുകട്ടെ. പരിശുദ്ധാത്മ രാത്രികൾ ഒഴുകട്ടെ. ഓ ഹോളി സ്പിരിറ്റ് കം ഫ്ലോ ത്രൂ us. ഹോളി സ്പിരിറ്റ് കം ഫ്ലോ ത്രൂ us. എല്ലാവരും തുറന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് കം ഫ്ലോ ത്രൂ us.
Holy Spirit, come flow through us. Hallelujah. രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങൾ വന്നാലും come flow through me, come flow through me, come flow through me. Yes. Hallelujah. Come flow through me. യേശുവിന്റെ നാമത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ജാതി പോലുള്ള ഞാൻ ശാസിക്കുന്നു. Come flow through me, come flow through me, come flow through me. Holy Spirit, come flow through me. Holy Spirit, come flow through me. Fill me. Holy Spirit, flow through me. Holy Spirit, flow through me. Holy Spirit, flow through me. എല്ലാവരും പറഞ്ഞു, Holy Spirit, flow through me. Oh, and make my life what is out to be. Hallelujah. And make life what it ought to be. Holy Spirit, flow through me. Holy Spirit, flow through me. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഒഴുകട്ടെ. Holy Spirit, come flow through me. Holy Spirit, come flow through me. Oh, holy God Almighty. Oh, God Almighty. അപ്പ പിതാവേ ഇതിനകത്തേക്ക് വന്നാൽ who was and is to come. All the angels cry holy to the Lamb who sits upon the throne. ദൈവത്തെ നമ്മൾ കർത്താവിനെ സ്തുതിച്ചാൽ, കർത്താവിനെ ആരാധിച്ചാൽ, യേശുവിനെ ഉയർത്തിയാൽ, ഹല്ലേലൂയ. Holy God Almighty, who was and is to come. All the angels cry holy to the Lamb who sits upon the throne. Yes. രാത്രിയില് ദൈവം ഇരിക്കുന്ന കാണട്ടെ. Hallelujah. Holy. All the angels cry holy to the Lamb who sits upon the throne. എല്ലാവരും ഹൃദയം തുറന്നാലും രാത്രി ഡെലിവറൻസ് നടക്കുമെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ശക്തമായി വരണം, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൃദയം തുറന്ന് എല്ലാവരും സ്വന്തം ചെയ്യരുത്. യേശുവിന്റെ മുഖത്തോട്ട് നോക്കും. വേറൊന്നും നോക്കരുത്, വേറൊന്നും ശ്രദ്ധിക്കരുത്, വേറെ പ്രതികൂലങ്ങളൊന്നും ശ്രദ്ധിക്കരുത്, വേറെ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കരുത്, ചിന്തകൾ വേറെങ്ങും പോകരുത്. യേശുവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കുക. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഡെലിവറൻസ് നടക്കത്തുള്ളൂ. എന്തിൽ മാത്രം വലിയ ആഗ്രഹത്തോടെ കടന്നു വരണം, ദാഹത്തോടെ കടന്നു വരണം. ഹല്ലേലൂയ. എന്നാൽ കാര്യം അതുകൊണ്ട് അന്നേരം ഇവിടെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. The worship setting of heaven. I saw an orchestra numbering more than I could count, playing instruments, some that I recognized, some that I didn't. Perfect tune were their instruments. I saw the choir standing behind them, numbering so many thousands, singing octaves above what we could sing on the earth and below what we could sing on the earth. Beautiful harmonies going on. I looked up in the balconies and I saw men from every tribe and tongue. Some of them jumping up and down, some of them waving banners, some of them kneeling quietly with tears streaming down their face. I looked over to the right part of this arena
thousands and thousands, even millions if you can imagine. Little children with white robes. They were dancing. Someone leaned over to me and said, those are all the aborted babies of the earth, giving praise to the rescuer, dancing for joy to their rescuer. And I saw 24 thrones. And in the center of those thrones, I saw one more throne coming out of the ground, if it was. Smoke all around it. On that throne was the Lamb of God. And all the attention of this great scene turned to center around the Lamb. The sound was magnificent. This song was born out of that. Listen. Can you hear the sound of heaven? Like the sound of many waters. It's the sound of worship coming from the throne. There are cries of adoration spin from every nation, lift their voice to make His glory known. Sing, holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. The elders and angels bow, the redeemed worship you now. Holy, holy, holy are you, Lord. This is the song of heaven. Sing it with me. Holy, holy, holy are you, Lord. Yes. Holy, holy, holy are you, Lord. The elders and angels bow. The elders and angels bow. The redeemed worship you now. The redeemed worship you now. Holy, holy, holy are you, Lord. Listen again. Can you hear it? It's the sound of heaven in this place, like the sound of many waters. Friends, it's a sound of worship, and it's coming from His throne. There are cries of adoration as men from every nation lift their voice just to make His glory known. Join me again singing holy, 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 holy are you, Lord. Holy, holy, holy are you, Lord. The elders and angels bow. The elders and angels bow. The redeemed worship you now. Holy, holy, holy are you, Lord. Join the chorus of heaven tonight. Holy, holy, holy are you, Lord.
സംസാരിച്ചാൽ ദൈവത്തോട്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നത് പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുക, വിടുതൽ പ്രാപിക്കാൻ വന്നിരിക്കുകയാണ്. അല്ല നമ്മൾ ഇത്രയും മെനക്കെട്ടി തണുപ്പ് കൊണ്ടുകൂടെ വരേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി വന്നിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി, കർത്താവിൽ എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് രാത്രിയിൽ വായത്തോടെ സംസാരിക്കണം. കർത്താവിന്റെ മുഖത്ത് മാത്രം നോക്കുക, വേറെ ഒന്നും ചിന്തിക്കരുത്. ഹല്ലേലൂയ. വലിയൊരു ദൈവസ്ഥാനത്തെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, ഒരു സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ ഏൽപ്പിച്ചു കൊടുത്താലും ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുത്താലും ഹല്ലേലൂയ സറണ്ടർ കൊടുത്താലും ഹല്ലേലൂയ സറണ്ടർ കൊടുത്താലും ശക്തമായ ദൈവസ്ഥാനത്തിൽ വരട്ടെ, ശക്തമായ ദൈവസ്ഥാനത്തിൽ വരട്ടെ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിയിലെ പ്രാർത്ഥന
ഫയർ ഒഴുകട്ടെ, ഫയർ ഒഴുകട്ടെ, ഒഴുകോസിന്റെ ഫയർ ഒഴുകട്ടെ, ഫയർ ഒഴുകട്ടെ, ഫയർ ഒഴുകട്ടെ, ഫയർ ഒഴുകട്ടെ. ഒഴുകോസ് ഫയർ, ഒഴുകോസ് ഫയർ, ഒഴുകോസ് ഫയർ, ഒഴുകോസ് ഫയർ, ഒഴുകോസ് ഫയർ, യെസ്. ഒഴുകോസ് ഫയർ, യെസ്. ദൈവാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു, യെസ്. അതിനെ വെളിപ്പെടുന്നു, സമർപ്പിച്ചു കൊടുത്താൽ, യെസ്. കബറബന ഹർഷരബന അന്തരാധനാന്തകരി വിമലബലബല ഹർഷന്തരബന അന്തരാധന. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. ഇതുപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇതുപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇതുപോലെ 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 ഇതുപോലെ. എല്ലാവരും ദിവസം എഴുതിരുന്നാലും ഹല്ലേലൂയ. ഓ, കരങ്ങൾ ഉയർത്തിയാലും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Yes. Hallelujah. 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 Worship ചെയ്തു. Hallelujah. 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 Come on. Hallelujah. Bluetooth connected. യേശുവിന്റെ മുഖത്തോട് നോക്കിയാൽ ഇറങ്ങും, നോക്കരുത്, ശ്രദ്ധിക്കരുത്, ഇറങ്ങും. വേറെ ചിന്തകൾ പുറപ്പാടില്ല. പ്രശ്നങ്ങളെല്ലാം വെളിയിൽ കളഞ്ഞിട്ട് വേണം ഇവിടെ വരാൻ. ദിവസം നമ്മൾ ഹൃദയം തുറന്നാൽ Bluetooth Lord, we love you. Lord. Just come to tell you that this morning, Lord.
മനസ്സോട് പ്രകൃതി പോയാൽ For you are worthy. So we sing. യെസ് തുറന്ന Bring your harmonies out to Him. എല്ലാവരും ശ്രദ്ധിച്ചാലും We worship you, Jesus. We worship you. We praise and exalt Praise. your name today. We praise you, Jesus. We worship you, Jesus. We praise and exalt We praise your you. name today. We worship you, Jesus. Hallelujah. 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 Master, please come. Hallelujah. Master, we worship you, Master. Redeemer, we worship you, Redeemer. Master, please come, Master. Jesus, please come. കുഞ്ഞാടേ എന്ന് വന്നാൽ. Oh, sweet Jesus, we love you, sweet Jesus. Jesus, please come, Jesus. Waiting upon you, Lord. Hallelujah. Shabarabaraba, sharabarabara, sharabarabara. Shabarabarabara, shabababara, sharabarabara. Jesus, 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 Jesus. We worship you. We give you glory, honor, praise, praise. We surrender. Yes, we surrender. We surrender. We surrender. We surrender. എല്ലാ പ്രയാസങ്ങളും ദൈവസ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ we surrender you. ഹൃദയം തുറന്നാൽ Jesus, Jesus. Your name is Jesus. അത്ഭുത മന്ത്രിയാണ് നവീരണ ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭാവം. Oh, we worship you, worship you, worship you, worship you, worship you. Hallelujah. Urakababa, Sharabara, Sharabara.
present your afflictions to Him. Place your hand on that point in your body that is healed. Command His life in this room to come into that area. കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണം, സൗഖ്യമാക്കലും കർത്താവേ. ഹല്ലേലൂയ. നെടുമുടിസൊക്കെ നടക്കട്ടെ കർത്താവേ, ഒത്തുകൾ നടക്കട്ടെ കർത്താവേ. Come on, hallelujah. Jesus, 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 Jesus. Jesus, Jesus, Jesus. Oh Jesus, Jesus, Jesus. എല്ലാ ദിവസവും പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞറിയട്ടെ. വിധികൾ മാറട്ടെ, പുറപുറപ്പുകൾ മാറട്ടെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചെല്ലാം മാറട്ടെ. ഓ രക്തം തന്നെ ചെയ്യാൻ വേണ്ടുന്നത് വിധികളെല്ലാം മാറട്ടെ. ജീസസ്, 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 ജീസസ്. We worship you, Lord. We worship, yes. We worship you. We worship you. More anointing, more presence, more presence, more anointing, more anointing, more presence. Holy Ghost, more presence, more presence, more power, more power, more power, more visions. Hallelujah, hallelujah. ട്രഡീഷണൽ മീറ്റിംഗ് അല്ല, ദൈവാത്മാവ് നയിക്കുന്ന മീറ്റിംഗ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നടക്കുന്നില്ല, ഈ ആഴ്ച നടക്കുന്നത്. ഈ ആഴ്ച നടക്കുന്നില്ല, അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. നമ്മളിന്ന് രാത്രി വലിയത് എക്സ്പെക്ട് ചെയ്താൽ, വലിയ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ, എക്സ്പെക്ടേഷൻ വലുതായിരിക്കണം. നമുക്ക് ഹൃദയം വലുതായിരിക്കണം, ഹൃദയവിശ്വാസം വലുതായിരിക്കണം. ചെറുത് കാണാൻ വേണ്ടിയല്ല കർത്താവിന്റെ എനിക്ക് വലുതാണ്, വലുത് പ്രാപിക്കാൻ വേണ്ടിയാണ്, വലുത് പ്രാപിക്കാൻ വേണ്ടിയാണ്, വലുത് കാണാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. വലുത് കാണട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. മരിച്ചവർ എഴുന്നേൽക്കട്ടെ രാത്രി, കല്ലറ കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചാടി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. മുട്ടന്തര എഴുന്നേറ്റ് നടക്കട്ടെ രാത്രിയിൽ. വീൽ ചെയർ വന്നവരൊക്കെ എഴുന്നേറ്റ് നടക്കട്ടെ. ദേശത്തുള്ള വീൽ ചെയർ നടക്കുന്നവരൊക്കെ എഴുന്നേൽക്കട്ടെ. ഓ ഹോസ്പിറ്റലുകളിൽ എഴുന്നേറ്റ് നടക്കട്ടെ. ജീസസ്. രാത്രി ചുറ്റുപാടുള്ള ഭവനങ്ങൾ എഴുന്നേൽക്കട്ടെ. ചുറ്റുപാടുള്ള ഭവനങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ചുറ്റുപാടുള്ള ഭവനങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ മിറക്കിൾസ് നടക്കട്ടെ. കണ്ണില്ലാത്തൊരു കണ്ണ് പ്രാപിക്കട്ടെ, കണ്ണില്ലാത്തൊരു കണ്ണ് കാണട്ടെ, ചെവിയില്ലാത്ത ചെവി കേൾക്കാൻ പാടില്ല, ചെവി കേൾക്കട്ടെ. ഓ ഹല്ലേലൂയ. രാത്രിയിൽ ഡം സ്പിരിറ്റിനെ ശാസിക്കുക. In the name of Jesus. ഓ ഹാലൽ ചെവികൾ തുറക്കട്ടെ. വിശ്വാസത്തെ പ്രഖ്യാപിച്ചാലും, വിശ്വാസത്തെ നിങ്ങൾ പ്രഖ്യാപിച്ചാലും, വിശ്വാസത്തെ പ്രഖ്യാപിച്ചാലും, ഓ ശവക്കല്ലറ ജനം എഴുന്നേറ്റ് വരട്ടെ. രാത്രിയിൽ ഓ കല്ലറകൾ തുറക്കട്ടെ. In the name of Jesus. അസ്ഥികൾ ഹല്ലേലൂയ അതിനുമേൽ ഇന്ന് രാത്രി ശ്വാസം ചെല്ലട്ടെ. ഓ ഇത് കിഴക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, പടിഞ്ഞാറിനോട് കൽപ്പിക്കുന്നു, വടക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. ഒരു കൂട്ടം അസ്ഥികളോട് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. രാത്രി അസ്ഥികളുമേൽ ദൈവസ്ഥാനത്ത് വരകട്ടെ. യെസ്. വായിക്കുന്ന അധികാരം വിളിച്ചു പറഞ്ഞാലും, അധികാരത്തിൽ വിളിച്ചു പറഞ്ഞാലും, അധികാരത്തിൽ വിളിച്ചു പറഞ്ഞാലും ഇല്ലാത്തത് ഓ വിളിച്ചു വരട്ടെ, വിളിച്ചു വരട്ടെ, വിളിച്ചു വരുത്തട്ടെ, വിളിച്ചു വരുത്തട്ടെ. In the name of Jesus. ആംബുലൻസിൽ പോകുന്നൊരു സൗഖ്യമാകട്ടെ. ആംബുലൻസിൽ ജനം കടന്നു വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. In the name of Jesus.
In the name of Jesus. In the name of Jesus. In the name of Jesus. Oh, in the name of Jesus. Yes. I can see hallelujah. ഒരു ഹോംലെസ് പേഴ്സൺ ചാടി എഴുന്നേൽക്കുന്നു. ഈ ഭാഗത്തുള്ള ഒരു ഹോംലെസ് ഒരു മനുഷ്യൻ അസ്ഥി കൂടം പോലെ ഒരു മനുഷ്യൻ രാത്രി ചാടി എഴുന്നേൽക്കുക. അപ്പൊ ദൈവശബ്ദം കേൾക്കുന്നു രാത്രി. യെസ്. ഹോംലെസ് ഒരു പേഴ്സൺ രാത്രി ചാടി എഴുന്നേൽക്കുന്നു. യെസ്. യെസ്. എവിടെയോ കിടക്കുന്ന ഒരു ഹോംലെസിന്റെ ശരീരത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഹോംലെസ് ആയിട്ട് അവനുമേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അപ്പൊ ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക, നിവർന്ന് നിൽക്കുക, നിവർന്ന് നിൽക്കുക. ഓ, അവന്റെ സാക്ഷ്യമായി തീരട്ടെ, അവന്റെ ഒരു സാക്ഷ്യമായി തീരട്ടെ, അവന്റെ ഒരു സാക്ഷ്യമായി തീരട്ടെ രാത്രി. യെസ്. ഓ ജീസസ്, ഞാൻ വലുത് കാണുന്നു, ഞാൻ വലുത് കാണുന്നു. രാത്രി പറഞ്ഞു, ഞാൻ വലുത് കാണുന്നു, ഞാൻ വലുത് കാണുന്നു. ഓ ലാസറെ നീ പുറത്തു വാ, ലാസറെ നീ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ ലാസറെ നീ പുറത്തു വാ. രാത്രി പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. അടഞ്ഞിരിക്കുന്നില്ല, പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഉയർത്തി ഹല്ലേലൂയ. സ്പിരിറ്റില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ തേജസ് കൊണ്ട് ഇതിനകത്ത് അറിയാം. ഹല്ലേലൂയ. ദൈവ തേജസ്സിനകത്ത് അറിയുന്നു. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. ദൈവ തേജസ് നിറയുന്നു. യെസ്. Hallelujah. Oh, hallelujah. Hallelujah. Yes. സ്വർഗ്ഗം തുറക്കേണ്ടത് രാത്രി. Hallelujah. ഒരു വെള്ള കുതിര കാണുന്നു, വെള്ള കുതിര. Hallelujah. Oh, hallelujah. Hallelujah. രാത്രി സമ്പത്തിൽ രാത്രി തുറന്നു വരട്ടെ. Hallelujah. Oh, hallelujah. ശകമറമന ശകമന ശങ്കൽക്കമന ഹസ്തന. അന്യഭാഷയുള്ളവരൊക്കെ അന്യഭാഷ സംസാരിച്ചാൽ ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ശിവലബനബ ശംബബനഗ ശരവന ഹസ്തന സീബബ റഖബല ശരവന ഹശരവന ഹശരഗ. Fire, Holy Ghost. Fire. Touch. The name of Jesus. Touch. Jesus. Yes, കത്തുന്നു. വൈശാചിക മണ്ഡലങ്ങൾ ഓടുന്നു. രാത്രി കത്തുന്നു. The name of Jesus കത്തുന്നു. ഓ രാത്രി കത്തുന്നു. ജീവറാമനാശര കത്തുന്നു. ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു. യെസ്. ഹല്ലേലൂയ. യെസ്. ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു. ഓ ഹല്ലേലൂയ. ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം രാത്രിയിൽ ഫാസ്റ്റ് ഇറങ്ങി വന്നിരിക്കുന്നു. ഫാസ്റ്റിനെ മുന്നിൽ നിൽക്കുക. ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം. യെസ്.
രാത്രി അതിൽ നിന്ന് ശബ്ദം പുറപ്പെടട്ടെ. ഇരിക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. ഓ, രാത്രി ശബ്ദം പുറപ്പെടുന്നു. മോശയോട് സംസാരിച്ചതുപോലെ രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നു. യെസ്. ഓ ഹല്ലേലൂയ. ജീവന ദമന ദമന. യെസ്. ശരബന ഹസ്തന. യെസ്. ദൈവസാന്നിധ്യം ഇവിടെ നിൽക്കുന്നു. ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. ഓ ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. അഗ്നിസ്തംഭം ഇറങ്ങി നിൽക്കുന്നു. അഗ്നിസ്തംഭം. യെസ്. ഇസ്രായേലിൽ രാത്രിയിൽ നടന്നപ്പോൾ അഗ്നിസ്തംഭം ഇറങ്ങി നിൽക്കുവാനിടയായി. ഓ, അവർക്ക് ഇരുട്ട് തോന്നിയില്ല. രാത്രി അഗ്നി തൂണുന്ന രാത്രി ഇറങ്ങുന്നു. യെസ്. അഗ്നി തൂണുന്ന രാത്രി ഇറങ്ങി വരുന്നു. യെസ്. Touch. Yes. Touch. Touch. Jesus. 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 Hallelujah. Seven spirit. 7 കണ്ണുകൾ ഹാലലുയ വെളിപ്പെട്ടു വരുന്നു. ഉറാഖാമാന ശാന്തലമന ഹസ്തന. Seven spirit, seven spirit. Holy Spirit 7 കണ്ണുകൾ വെളിപ്പെട്ടു വരുന്നു. Oh, hallelujah. In the name of Jesus. In the name of Jesus. Back pain heal out. Back pain heal out. We heal in the name of Jesus. Back pain heal out. Back pain heal out. In the name of Jesus. Be healed. Be healed. Receive it. Receive it. Receive it. Yes. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ അടിപ്പിണരുകളാൽ സൗഖ്യം വ്യാപരിക്കുന്നു. യെസ്. വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. ജുബന ശകൽ കമന ഹസ്തന. യെസ്. വലിയ ദൈവശക്തി വ്യാപരിക്കുന്നു. വലിയ ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുന്നു. യെസ്. ഫയർ ഓഫ് ഗോഡ്. ടച്ച്. ടച്ച്. വെള്ളച്ചാട്ടം ശക്തമായിട്ട് ഒഴുകുന്നു. വെള്ളച്ചാട്ടം ഒഴുകി വരുന്നു. യെസ്. രാത്രി ചിലൽ പകരുക. ദൈവാത്മാ പകരുന്നു, 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 പകരുന്നു. യെസ്. Receive it, receive it, receive it. In the name of Jesus. In the name of Jesus. In the name of Jesus. Oh, hallelujah. Urala baba rashala baba rakamana shalabara. Jesus. Jesus. What a wonder you are. Jesus. Jesus. What a wonder you are. Oh, you are gentle. You are gentle. Oh, Jesus. You are gentle, Jesus. Sweet Jesus. Sweet Jesus. Sweet Jesus. Mighty God. Mighty God. Oh, we worship you. We worship you. We give you glory, honor, praise. Oh, Rala Baba Baba, Rakha Baba, Lashara Baba. എല്ലാ മഹത്വം പുകഴ്ചയും കർത്താവിനാണ്. In the name of Jesus. In the name of Jesus. Hallelujah. Oh, hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നിങ്ങൾ വെള്ളച്ചാട്ടം വന്നുകൊണ്ടിരിക്കുക. Receive it, receive it. നിറയേണ്ട കാലം ചൂടായി. ഹല്ലേലൂയ. എന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ജീസസ്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. ജീസസ് is here. Master is here. Yes. Oh, Holy Spirit. Jesus. Touch me, Jesus, please. I worship you, Jesus. Touch me, Jesus. എല്ലാവരും touch
ചെയ്യാൻ പറ. യേശുവിനോട് പറ, ടച്ച് ചെയ്യാൻ പറ. യെസ്, യേശുവിനെ തൊടണമേ. ടച്ച് me, touch me, Jesus, touch me. Yes, touch. കർത്താവിനോട് പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ അടുക്കൽ വരുവിൻ. രാത്രിയിൽ ഭാരം ചുമക്കുന്നവർ യേശുവിനെ എനിക്ക് വന്നാൽ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന് കർത്താവ് പറയാം. വൈറ്റ് വസ്ത്രധാരിയായിട്ട് റെഡ് ഇങ്ങനെ ഗൗണിട്ട് അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ രണ്ട് കൈ വീശി നിൽക്കും, ഇങ്ങനെ ഉണർത്തി പിടിച്ചിരിക്കും. ഓ, ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ രാത്രി യേശുവിനോട് എടുത്തു തന്നാൽ യെസ്, നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കാൻ പോവാം. ഓ, കർത്താവിനെ ആശ്വസിപ്പിക്കാൻ പോവാം. എന്ത് വിഷയമാണെങ്കിൽ കർത്താവ് കൈകളോട് എടുത്തു തന്നാൽ യെസ്. യേശു വന്നിരിക്കുന്നില്ല, നന്ദി പറഞ്ഞു. യേശു വന്നിരിക്കുന്നില്ല, നന്ദി പറഞ്ഞു. യെസ്, എന്റെ ഭാരങ്ങൾ എല്ലായിടത്തും മാറ്റിയാൽ കർത്താവേ, എന്റെ ഭാരങ്ങൾ എടുത്ത് മാറ്റിയാൽ, എന്റെ കുറവുകളെടുത്ത് മാറ്റിയാൽ കർത്താവേ, എന്റെ ഭാരങ്ങൾ മാറട്ടെ. ശരീരത്തിലെ ചില ഭാരങ്ങൾ അഴിഞ്ഞു പോകുന്നു. യെസ്, നടുവിന്റെ ഭാരം കഴിഞ്ഞു പോകുന്നു, ഹിപ്പിന്റെ ഭാരം കഴിഞ്ഞു പോകുന്നു. യെസ്, എന്റെ ഭാരം കഴിഞ്ഞു പോകുന്നു. ഭാരങ്ങൾ ചുമന്നെടുക്കുന്ന ഭാരങ്ങൾ യേശു അടിച്ചു മാറ്റി. യേശു എടുത്തു മാറട്ടെ, എടുത്തു മാറട്ടെ. ഓ ജീസസ്, 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 കുഞ്ഞാടെ ഞങ്ങളുടെ മുന്നിൽ കുമ്പിടുകയാണ്. കുഞ്ഞാടെ ഞാൻ ഭൗ ചെയ്യുന്നു. യേശുവിന്റെ മുന്നിൽ ഞാൻ ഭൗ ചെയ്യാണ്. യേശുവിന്റെ മുന്നിൽ ഞാൻ കുമ്പിടുകയാണ്. യെസ്, എത്ര പേർക്ക് മനസ്സിലാവുന്നുള്ള ദിവസാനത്തിൽ? ശക്തമായ ദിവസമാണ് അല്ലേ? ഫയർ, ഫയർ, ഹല്ലേലൂയ, ഫയർ. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാപിക്കാൻ വേണ്ടി വരും. ഒരാഴ്ച മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവിനെ പ്രാപിക്കണം. മീറ്റിങ്ങിന് ഡ്രസ് ചെയ്ത് ഈ ഞായറാഴ്ച മീറ്റിംഗ്, പണ്ടത്തെ കാലത്ത് ഞായറാഴ്ച മീറ്റിംഗ് എന്ന് പറയും. എങ്ങനെയാണ്? 5 ദിവസം അധ്വാനിച്ചിട്ട് ഞായറാഴ്ച ആകുമ്പോഴത്തെ ഒരു ബഹളം എല്ലാവർക്കും. അങ്ങനെയല്ലത്. പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നേരത്തെ പ്രാർത്ഥിച്ച് വരണം അല്ലേ? അങ്ങനെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. വലിയ ആഗ്രഹമായിരിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ. ദൈവസന്നിധിയിൽ നിന്ന് കർത്താവ് പറഞ്ഞ രുചിച്ചറിയുക അല്ലേ? രുചിച്ചറിയാൻ വേണ്ടി ഓടി വരണം. എനിക്ക് ഭയങ്കര പ്രസൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ പ്രസൻസിനായ സ്തോത്രം. ഫയർ, ഹോളി ഗോസ്റ്റ് ഫയർ. ആ ഫയർ ഉള്ളതിനായ നന്ദി. താങ്ക് യു ജീസസ്. ജീസസ്. അല്പസമയം നമുക്ക് വചനത്തോട് ചിന്തിച്ചിട്ട് രാത്രി എഴുന്നേറ്റ് നമുക്ക് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. I want to talk about something significant to all of us. How to keep devil out.
എങ്ങനെ നമുക്ക് പിശാചിനെ വെളിയിലോട്ട് വിടാം. ഞാൻ പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് പറയാൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഭയങ്കര അല്ലേ, ആദ്യം ഡ്രൈ ആയിരുന്നു. നമ്മൾ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വരുന്നുള്ളൂ. അല്ലെങ്കിൽ അവൻ എത്രയെല്ലാം പരിപാടി ചെയ്യാൻ പറ്റും അതെല്ലാം പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. രാത്രിയിൽ ചില ടെലിഫോൺസ് ഉണ്ട്. ഹല്ലേലൂയ. ഈ വചനം പറയുന്നത് എന്താണ്? പിശാചിന് ഇടം കൊടുക്കരുത്. സോ the Bible say give no place the devil. അല്ലേ? എല്ലാവരും പറഞ്ഞ പിശാചിന് ഇടം കൊടുക്കത്തില്ല, പിശാചിന് ഇടം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ചില പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ വിടുതൽ പ്രാപിക്കാൻ പോകും. ഓക്കെ, എങ്ങനെ നമുക്കിത് പ്രാപിച്ചെടുക്കാൻ പറ്റും? ഹൗ ഡു യു ഡു ദാറ്റ്? സോ ഹൗ ഡു യു ഗിവ് ഹിം നോ പ്ലേസ്? അത് രാത്രി ചിന്തിക്കട്ടെ അല്ലേ. പിശാചിന് ഇടം കൊടുക്കാൻ പാടില്ല. സോ ഹൗ ഡു യു ഗിവ് ഹിം നോ പ്ലേസ്? വചനം പറയുന്നത് നോ പ്ലേസ്. അവന് വചനം പറയുന്നത് അവന് സ്ഥലം കൊടുക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? അവന് താമസിക്കാൻ സ്ഥലമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അവന് സ്ഥലം കൊടുക്കാൻ പറ്റും, ശരിയല്ലേ? സോ പീപ്പിൾ ക്യാൻ ഗീവ് ഹിം എ പ്ലേസ്. എല്ലാവർക്കും എന്താണ്? പിശാചിന് ഇടം കൊടുക്കുവാൻ പറ്റും. പക്ഷെ ഇന്ന് രാത്രിയിൽ നമുക്കത് മനസ്സിലാകുവാണ്. എവിടെയാണ് ഇവരെ പിടിക്കാൻ വരുന്നത് അവിടെ നിന്ന് രാത്രി നമ്മൾ അടയ്ക്കാൻ പോവാം. ആമീൻ. സോ ദാറ്റ്സ് വൈ സോ മെനി പീപ്പിൾ ആർ ഇൻ ട്രബിൾ. മനസ്സിലായോ? അനേകർ ട്രബിൾ എന്നാ കാര്യം? എന്താ? ഞാൻ ഇടം കൊടുത്തിരിക്കുന്നുണ്ടോ? പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനവർക്ക് വസിക്കും. അതാണ് അനേകരുടെ വിഷയത. സോ ബട്ട് വി വാണ്ട് ടു സീ എന്ത് ചെയ്യണം? നമ്മളവനെ പുറത്താക്കാൻ പോവാം. വി വാണ്ട് ടു സീ വേ ഔട്ട് ആൻഡ് ലെറ്റ്സ് കീപ് ഓൾ ദ ഡെവിൾ ഔട്ട് ഇൻ ദ ജീസസ് നെയിം. സേ ജീസസ് നെയിം. എല്ലാ പിശാചിനെ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കും. എല്ലാവരും പറ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പുറത്താക്കും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സോ ഗിവ് നോ പ്ലേസ്. ഓക്കെ, അതെന്ന് രാത്രി സബ്ജക്റ്റ് ഇതാ. സോ ഫസ്റ്റ് ഹൗ ടു ഡു ദാറ്റ് അല്ലെ? എങ്ങനെ നമുക്കതിനെ നോക്കാം. അതുപോലെ ഇപ്പം നമ്മൾ ഓൾറെഡി അവനുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സോ വാട്ട് ഡു ഇഫ് ഹാവ് ഓൾറെഡി ഗിവൺ ഹിം എ പ്ലേസ്? അതിനെ നമ്മൾ എങ്ങനെ പുറത്താക്കും? അതൊക്കെ ചിന്തിക്കാൻ പോകുന്നു. ഓക്കെ, ഹൗ ടു കിക്ക് ഹിം ഔട്ട്. അപ്പം ഇന്ന് രാത്രിയിൽ അതിനകത്തോട് ചിന്തിച്ചിട്ട് ശേഷം നമ്മളതിനെ പുറത്താക്കാൻ പോകും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പുറത്താക്കണം. അല്ല, പ്രാർത്ഥനയോടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവോട് ചോദിച്ചുകൊണ്ടിരിക്കണം എവിടെയാണ് പിശാചിനെ സ്ട്രോങ് ഹോളായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സോ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച്. കാരണം നമ്മൾ പിശാചിനോട് പോരാടാൻ പോവാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച്. ഫാദർ, വി കം ടു ഇൻ ജീസസ് നെയിം. Lord, I pray revelation, truth. I pray our people will hear clearly from you. Open your heart. Lord, show and reveal to them your bless, Lord. And we love you with all your being, all your heart. You are the lover of our souls. Sweet Jesus. In Jesus' mighty name. Amen. Hallelujah. Wonderful Jesus. Wonderful Jesus. Okay. ലൂക്ക് ചാപ്റ്റർ നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ്? പാമ്പുകളെയും, യേശു കർത്താവ് പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പൊ പാമ്പുകളെയും എന്നെഴുതിക്കുന്നത് അല്ലേ? ഒരു പാമ്പാണോ? അല്ല.
So behold, I give you authority to tread upon serpents and scorpions and over all power of the enemy, and nothing shall in any wise hurt you. All power tread upon serpents, scorpions, over all the power of the enemy, and nothing shall in wise hurt you. അല്ലേ? ഇന്നലെ കർത്താവ് പറഞ്ഞത് അങ്ങനെയുള്ള പിശാച് നമ്മൾ തൊടാൻ പാടുണ്ടോ? ഇല്ല. കർത്താവിന്റെ വാഗ്ദത്തമല്ലേ അത്? So basically nothing can touch you, right? ആ വിചാരം നിനക്ക് ഫലിക്കില്ല. പിശാചിന്റെ ഒരു തന്ത്രങ്ങളും പ്ലാനുകളും നിനക്ക് ഫലിക്കത്തില്ല. So but once you should receive the authority as a Christian and use the power, you release with no limit. മനസ്സിലായോ? അതോറിറ്റി ലഭിക്കാതെ ഇതിനെ പുറത്താക്കാൻ പറ്റത്തില്ല. അതോറിറ്റി ലഭിക്കാതെ പുറത്താക്കാൻ പറ്റത്തില്ല. അതോറിറ്റി ഇല്ലാത്തവർക്കൊട്ട് എല്ലാം നടിച്ചുകൊണ്ടിരിക്കും. എത്ര ശാസിച്ചാലും ഇത് ഓതൂല. അപ്പൊ അതോറിറ്റി വന്നാലോ, ആ പവർ വന്നാലോ, നോ ലിമിറ്റ്. മനസ്സിലായോ? ഏതിനെ പുറത്താക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്ത് വേണം? കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ശരിയാണ്, പക്ഷേ പ്രാപിച്ചെടുക്കണം. പ്രാപിക്കാതെ നമുക്ക് അതിനെ പുറത്താക്കാൻ പറ്റത്തില്ല. പറ്റുമോ? So there is no limit because the Lord make it very clear. അല്ലേ? യേശു പറഞ്ഞ എന്താണ്? I give you authority to tread on what? Serpents, scorpions, and all the power. Now it is hallelujah. എത്ര പേർക്കുണ്ട് പിശാചിനെ പുറത്താക്കാൻ ഇഷ്ടം? എത്ര പേർക്കുണ്ട് സ്കോർപിയൻസ് പുറത്താക്കാൻ ഇഷ്ടം? യെസ്. ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം തരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോൾ ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണിത്. ഞാൻ 25 വർഷമായിട്ട് ദൈവം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സർപ്പൻസ് ഇൻ ദ ബൈബിൾ സ്പീക്ക് എന്താണ്? നമ്മൾ ആളെ അറിയണം. ആളെ അറിയാൻ നമുക്ക് പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. സർപ്പൻസ് പറഞ്ഞ ആരാ? പിശാചല്ല. സർപ്പൻസ് പറഞ്ഞ ആരാ? നോ. സർപ്പൻസ് പറഞ്ഞ സ്ട്രോങ് മാൻ. ആരാ? ഡീമനേക്കാളും മേളിൽ നിൽക്കുന്ന ആളാണ് സ്ട്രോങ് മാൻ. സർപ്പൻസ് ആരാ? സ്ട്രോങ് മാൻ. യെസ്. സ്ട്രോങ് മാൻസ് പല ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞ ബലവാനെ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് കോപ്പ് കവർന്നെടുക്കാൻ പറ്റത്തില്ല. ബലവാൻ ആരാ? സ്ട്രോങ് മാൻ. അല്ലേ? അപ്പൊ സർപ്പൻസിനെ കണ്ടു കഴിഞ്ഞ, പാമ്പിനെ കണ്ട ആര് വന്നു? അവന്റെ വേഷം എന്താ? ചിലപ്പോൾ പാമ്പായിട്ടൊക്കെ നമ്മൾ കാണും, സ്വപ്നം കാണും, വിഷൻ കാണും, അല്ലേ? എന്ത് കാണും? അപ്പൊ സ്ട്രോങ് മാൻ, സാധാരണക്കാരനല്ല, ഡീമനല്ല. മനസ്സിലായോ? വലിയൊരുത്തൻ വന്നിട്ടുണ്ട്. വലിയൊരുത്തൻ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ചുമ്മാ ശാസിച്ച പോവോ? ഇല്ല. അവൻ നമ്മളെ ശരിയാക്കിയിട്ടേ പോകത്തുള്ളൂ. അവിടെ ഇരിക്കേണ്ടി വരും, അല്ലേ? അവനെ തകർത്തേ നമ്മളിവിടെ പോകാവുള്ളൂ. ബലവാനെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ചു കെട്ടണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില ബലവാനം ഇതിനകത്ത് കർത്താവ് പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ വെളിപ്പാടി കാണുന്നു, പാമ്പിനെ കർത്താവ് പിടിച്ചു കെട്ടുക. മനസ്സിലായോ? ഓ റഖാമാനാസി. ഈ പാമ്പ് എവിടെയുള്ളവനായിരുന്നു അറിയാമോ? ഏതിനെ തന്നെ ഉണ്ടായിരുന്നു. ഏതിനല്ലേ? ഈ ബലവാൻ എവിടെ ഉണ്ടായിരുന്നു? ഏതെല്ലാം. Hallelujah. So while scorpions speak of those who follow the strong man, അവന്റെ പേരാണ് ഡീമൻ. മനസ്സിലായോ? അപ്പൊ ഈ സ്ട്രോങ് മാന്റെ അണ്ടറിൽ എത്ര ആരുണ്ടാവും? ഡീമൻസ് ഉണ്ടാവും. ഡീമൻസിനെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഒരുപാട് ഡീമൻസ് കാണും. അപ്പൊ ഒരു സ്ട്രോങ് മാന്റെ അണ്ടറിൽ ഒരുപാട് ആരുണ്ടാവും? ഡീമൻസ് കാണും. അവരാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നത്. അപ്പോൾ സർപ്പൻസ് ഓൾവേസ് സിംബോളിക് ആൻഡ് അതോറിറ്റി ഓഫ് എന്താണ്? ഡോമിനിക്. ആൻഡ് ബിക്കോസ് റിമെമ്പർ സൈറ്റൻ ഈസ് വാട്ട് കെയിം ആസ് എ സർപ്പൻ, അല്ലേ? അപ്പോൾ സർപ്പനായിട്ടാണ് ആര് വന്നത്? സൈറ്റൻ വന്നത്. ഒരു സർപ്പന്റെ വേഷം ധരിച്ചാണ് ആര് വന്നത്?
സൈറ്റൻ വന്നത്. യേശുവിൻ്റെ നാമത്തിൽ വലിയ പത്തിയായിട്ടൊരു മനുഷ്യനോട് നിൽക്കുന്നത്, ഒരു പിശാച് നിൽക്കുക. ഇങ്ങനെ അത്രയും വലിയ ശക്തിയും വലിപ്പമുണ്ട് അവൻ്റെ പത്തിക്ക് തന്നെ. അത്രയും ഹൈറ്റിൽ ആര് വന്നിട്ടുണ്ട്? സ്ട്രോങ് വന്നിട്ടുണ്ട്. തിളങ്ങുന്ന ഒരു പാമ്പ, തിളങ്ങുന്ന പാമ്പ്, മനസ്സിലായോ? തിളങ്ങും അവന് അവിടെ എത്തിയിട്ടുണ്ട്. സ്ട്രോങ് മാൻ എത്തിയിട്ടുണ്ട്. സർപ്പൻസ് ഓൾവേസ് സിംബോളിക് ദ അതോറിറ്റി ഓഫ് എന്താണ്? സാത്താനെ കാണിക്കുന്നു അല്ലേ? സാത്താൻ ഈസ് വാട്ട് കെയിം ടു സർപ്പൻ. അപ്പോൾ സാത്താനാണ് പലപ്പോഴും സർപ്പനായിട്ട് വരുന്നത് അല്ലേ? ജീസസ്. അങ്ങനെ ഡ്രാഗണോ? ഡ്രാഗൺ ഇറ്റ് ഈസ് അതോറിറ്റി, കൺട്രോൾ ഓഫ് നേഷൻസ്. പലപ്പോഴും നമ്മൾ ഡ്രാഗനെ കണ്ടിട്ടുണ്ടല്ലേ? ഡ്രാഗനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? ഡ്രാഗൺ ചൈനക്കാരൻ്റെ, നമ്മൾ പറയുന്ന ചൈനക്കാരൻ്റെ ദേശാഭിശക്തി എന്നാണ് പറയുന്നത്. പക്ഷെ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ അതോറിറ്റി എവിടെയാണ്? രാജ്യങ്ങളിൽ മേലാണ് അവൻ്റെ അതോറിറ്റി. ഡ്രാഗൺ, മനസ്സിലായോ? ബിക്കോസ് ഡ്രാഗൺ കെയിം ടു ഡിസ്ട്രോയ് ഇസ്രയേൽ. നമ്മൾ ഓർക്ക് വായിക്കുന്നില്ലേ? ഡ്രാഗൺ എവിടെ വന്നു? ഇസ്രയേലിനെ തകർക്കുമെന്ന്. അപ്പോൾ ഡ്രാഗൺ എന്താണ്? രാജ്യങ്ങളിൽ മേൽ വ്യാപരിക്കുന്ന, അതായത് ഈ സ്ട്രോങ് മാൻ്റെ മേളിലുള്ള ആരാണ്? ഡ്രാഗൺ അല്ലേ? അതായത് രാജ്യങ്ങളിൽ മേലാണ് അവൻ്റെ പുണ്യം, ഓരോ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി. ഹല്ലേലൂയ. So he was over a nation. So when we see the dragon is a Satan, അതും സൈറ്റൻ തന്നെയാണ്. അപ്പോൾ സർപ്പൻ്റായിട്ട് ആര് വരും? സൈറ്റൻ വരും. ഡ്രാഗനായിട്ട് ആരെ വരും? സൈറ്റൻ വരും. ഹല്ലേലൂയ. അപ്പോൾ സൈറ്റനെ കണ്ടല്ലോ, അപ്പം സർപ്പനെ കണ്ട എന്താണ്? എ സ്ട്രോങ് മാൻ അല്ലേ? സ്ട്രോങ് മാൻ. സോ വെൻ വി സ്കോർപ്പിയോൺ എന്തുവാണ്? ആവറേജ് ഡെവിൾ അല്ലെങ്കിൽ ആവറേജ് ഡീമൺ. തെളിവുകളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഒരു ആവറേജ് ഡീമൻ. ഹല്ലേലൂയ. സോ ഇതിനെല്ലാം മേളിൽ ആര് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. And the Lord give us authority over all that, അല്ലേ? Over all that. എല്ലാത്തിലും മേലും കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുക. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഈവൻ ലേറ്റർ പിന്നീട് എന്താണ്? ലോർഡ് ഓഫ് ഗോഡ് വി ഹാവ് പവർ ഓഫ് ദ ഡെവിൾ ഹിംസെൽഫ്. ഇപ്പോഴല്ല, പിന്നത്തെ പിശാചിനെ തകർക്കാനുള്ള ശക്തി നമുക്ക് തരും അല്ലേ? ഡ്രാഗനെ തകർക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. പിന്നെ അല്ലേ റെവലേഷൻ 12-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ മുന്നിൽ അത് നിൽക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. So Lord, we thank you for all the power. നിങ്ങൾ പോകണല്ലേ? ജോലി ഉണ്ടല്ലേ? power. 8:20 ആയുള്ളൂ. എത്രയാകുമ്പോഴായി? നേരത്തെ പോകണോ? ഓക്കെ എന്നാ. രക്തത്തിൽ ഒരു ബുദ്ധി മൂടി കുറയ്ക്കണേ പ്രാർത്ഥിക്കും. യെസ്. Okay. Thank you, Jesus. So Lord, we thank you for all the power. So here you are, the authority use it, but can use it for open the door. അതായത് ഈ അതോറിറ്റി നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതോറിറ്റി എന്ത് ചെയ്യും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡോർ അടയ്ക്കണം. ഹല്ലേലൂയ. ഡോർ അടയ്ക്കാതെ ഇത് പുറത്താകത്തില്ല. ഇനി ഡോർ അടയ്ക്കുന്ന ആരാന്നറിയാവോ? കർത്താവാ ഡോർ അടയ്ക്കേണ്ടത്. മനസ്സിലായോ? നമുക്ക് ഡോർ അടയ്ക്കാൻ പറ്റത്തില്ല. നമ്മളെങ്ങനെ ഡോർ അടയ്ക്കുന്നത്? എങ്ങനെയാണ്? റിപ്പൻഡൻസിലൂടെയാണ് ഡോർ അടയ്ക്കുന്നത്. മനസ്സിലായോ? റിപ്പൻഡൻസിലൂടെ. നമ്മൾ ഓടിപ്പോയി ഞാൻ പിശാചിനെ മുന്നിൽ ചെന്നിട്ട് പറയാം, ഞാൻ നിന്റെ മുന്നിൽ ഞാൻ ഡോർ അടയ്ക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. നമ്മൾ റിപ്പൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കർത്താവ് നമ്മൾ ഡോർ അടയ്ക്കും. പിശാചിന് കയറാൻ പറ്റത്തില്ല. അപ്പം രാത്രി നമ്മൾ റിപ്പൻഡ് ചെയ്യണം. മനസ്സിലായോ? എവിടെയെങ്കിലും പാളിച്ചുകളുണ്ട്, കുറവുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പൻഡ് ചെയ്യുമ്പോൾ ആര് ഡോർ അടയ്ക്കും? കർത്താവ് ഡോർ അടയ്ക്കും. ആർക്കിരിക്കാൻ പറ്റത്തില്ല? സ്ട്രോങ് മാൻ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സോ how we close the door? We close the door with our attention, അല്ലേ? അതായത് ലോർഡ്, ദൈവത്തോട് പറയണം, ലോർഡ് ഐ എം സോറി, ഞാൻ പാപം ചെയ്തു പോയി, അല്ലേ? ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ഡോർ അടച്ചു തരുവാനിടയാവും. താങ്ക് യു ജീസസ്.
അതാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത്, ഗിവ് നോ പ്ലേസ് ടു ദ ഡെവിൾ. നമുക്ക് പിശാചിന് ഇടം കൊടുക്കാൻ പാടില്ല. നമ്മൾ എനി ഒബ്ജക്റ്റ് വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും, പിശാച് വരും. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വർഷിപ്പ് ചെയ്ത് ആരുണ്ടാവും അവിടെ? പിശാച്. ഇനി വർഷിപ്പ് ചെയ്തതിൽ നമ്മൾ തൊട്ടാലോ? അതും പ്രശ്നമാണ്. അതുകൊണ്ട് എന്താണ്, തൊടാൻ പാടില്ല. നമ്മൾ അമ്പലത്തിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഈ വർഷിപ്പ് ചെയ്ത എന്തെങ്കിലും എന്താണ് നമ്മൾ കയറി അതേ തൊടാൻ പാടില്ല. വേറെ ആരെങ്കിലും വർഷിപ്പ് ചെയ്താൽ എന്തെങ്കിലും അല്ലേ, ആ സാധനത്തെ കയറി തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഡോണ്ട് ടച്ച് ഇറ്റ്. ഓക്കെ, ഹല്ലേലൂയ. സോ എന്താണ്, ഒന്ന് ഒബ്ജക്ട്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ അത് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ അവൻ അവകാശം പറയും. അവകാശം പറയാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡോറിനകത്ത് കയറി ഡോർ ഓപ്പൺ ആവും. അവൻ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇവനുണ്ടാവും. ഇനി അത് വർഷിപ്പ് ചെയ്ത ആ സാധനത്തെ, ആ ഒബ്ജക്റ്റിനെ നമ്മൾ തൊട്ടാൽ എന്ത് പറ്റും? നമ്മൾ ശക്തി വ്യാപരിക്കും. ആര് കയറും? അതുകൊണ്ടാണ് പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. എഫെസ്യ ലേഖനത്തിൽ 4:20, ഗിവ് നോ പ്ലേസ് ടു ഡെവിൾ. ഹല്ലേലൂയ. സോ റോമൻ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എന്താണ്, ഞാൻ പെട്ടെന്ന് പോയിന്റ് മാത്രം പറഞ്ഞു തരാം. അപ്പം ജഡത്തിൽ ചിന്തിച്ചാൽ ആര് വരും? പിശാച് വന്നിരിക്കും. നമ്മുടെ ചിന്തകളെ പിശാച് കാണാൻ മേല, കേൾക്കാൻ മേല. പക്ഷെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, നമ്മൾ പറയുമ്പോൾ അതിലൂടെ പിശാച് കയറും. മനസ്സിലായോ? നമ്മുടെ ചിന്തകളെ പിശാചിനെ കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവനെ മനസ്സിലാകത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം ചിന്തിച്ചിട്ട് അതിന്റെ വായിലൂടെ പ്രസ്താവിക്കുമ്പോൾ ആര് കേൾക്കും? അത് നമ്മൾ ഇടകൊടുക്കുക. നമ്മൾ അങ്ങനെയാണ് നമ്മൾ പിള്ളേരോട് വെച്ച് വെക്കുമ്പോഴത്തേക്ക്, ദേഷ്യപ്പെടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കേഴ്സ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? പിശാച് കയറും. വഴിയെ പോകുന്ന പിശാച് കയറി വരും. പോയതെല്ലാം തിരിച്ച് ഓടി വരും. കാരണം എന്താണ്? നമ്മളവന് ഇടം കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കാൻ താമസമുള്ളവരായിരിക്കണം, കേൾക്കുവാൻ വേഗതയുള്ളവരായിരിക്കണം. അധികം നമ്മളെ ദൈവമക്കൾ സംസാരിക്കുന്നവരാകരുത്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക? പിശാച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ സ്ട്രോങ് ഹോൾ അല്ലേ, അവൻ കയറി അതിനകത്ത് ഇടം നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ അതിനകത്ത് കയറാൻ പറ്റും? അവൻ കയറും. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് കയറിയിട്ടുണ്ടെന്ന്. മനസ്സിലായോ? ഓ റഖമാന ഷന്തൽ ഖമന ഹസ്തന. ചില ഒരു സർപ്പത്തിന്റെ വായിക്കാത്തൊരു മുട്ടയിരിക്കുക. നന്മയെ, മനസ്സിലായോ? നന്മയെ വിഴുങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിഴുന്നത് എന്തിനാ? കോഴി കുഞ്ഞുങ്ങളെ അല്ലേ, നമുക്ക് ആ തലമുറയെ തരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തലമുറയെ നമ്മൾ അനുഭവിക്കരുത് അല്ലേ, അതിനുവേണ്ടി ഒരു പിശാച് വായിക്കാത്ത എന്തിരിക്കുക? ഒരു മുട്ടയിരിക്കുന്നത് കാണുന്നു. ഇന്ന് രാത്രി വെളി വരട്ടെ, യേശുവിന് അത് വെളിവാ. കാരണം ഡോറ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി മുഴുകിക്കളയും. ഡോറ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഇന്ന് രാത്രി നമ്മൾ ക്രമീകരിക്കണം കേട്ടോ. അപ്പം പലപ്പോഴും നമ്മുടെ കുഴപ്പം തന്നെ പിശാച് വരുന്നത്. നമ്മൾ എത്ര ശാസിച്ചാൽ അത് പോകത്തുമില്ല, പോയാൽ തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ചിന്തകള് അല്ലേ, നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അധികം ചിന്തിച്ച് നമ്മുടെ വായിലൂടെ പ്രസ്താവിച്ചാൽ അത് പ്രശ്നമാണ്. ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് അത് വായിലൂടെ എത്ര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെന്താണ്, നമ്മുടെ ഇവൻ കയറിക്കൊണ്ടിരിക്കുക, നമ്മുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഓ താങ്ക് യു. ഞാൻ വിടട്ടെ. ഇനി 1 സാമുവേൽ 15-23 വാക്യത്തിൽ എന്താണ്? റിബല്യൻ. Rebellion, because rebellion is what? Witchcraft. So when people disobey God, they open the allow thanks to come in because they rebellion brings witchcraft. അവിടെ എന്താണ് ഇരിക്കുന്നത്? മത്സരം, ആഭിചാര ദോഷം പോലെയും ശാഠ്യം, മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെ ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തും തള്ളിക്കളയും. അപ്പം
മത്സരം ആഭിചാരം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. അപ്പൊ അവിടെ ആര് കയറും? മത്സരിച്ചാൽ ആര് കയറും? റിബല്യൻ, ദൈവത്തോട് എതിർത്ത് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ എതിർത്താൽ, അല്ലെ, വചനത്തോട് എതിർത്താൽ ആര് വന്നു? അവിടെ ഇരിക്കുന്ന ആഭിചാരം പോലെയാണ്, അല്ലെ, ആഭിചാരം പോലെയാണ്. ശാഠ്യം, അല്ലെ, മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയുമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ കാർണാലിറ്റി അല്ലെ ബ്രിങ്സ് ഡെത്ത്. അടുത്തെന്താണ്? റിബല്യൻ ബ്രിങ്സ് വിച്ച് ക്രാഫ്റ്റ്. അതാണ് മെയിൻ ചെയ്യുന്നത്. നമ്മൾ വചനത്തിൽ നിന്നോണം. വചനത്തിൽ നിന്നില്ലെങ്കിൽ ആര് വരും? വരും. വചനത്തിൽ നിന്നില്ലെങ്കിൽ ആര് വരും? ഹല്ലേലൂയ. പിന്നെ ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. ഈ ജഡത്തിന്റെ പ്രവൃത്തികളോ റോമലാനത്ത് വായിക്കുന്നുണ്ട്. എന്താണ്? ദുർനടപ്പ്, അല്ലെ, പിശാച് വരും. അശുദ്ധിയിൽ എന്ത് വരും? പിശാച് വരും. ദുഷ്കാമത്തിൽ എന്ത് വരും? പിശാച് വരും. വിഗ്രഹാരാധന എന്ത് വരും? പിശാച് വരും. ആഭിചാരത്തിൽ എന്ത് വരും? പിശാച് വരും. പകയിൽ എന്ത് വരും? പിശാച് വരും. പിണക്കത്തിൽ എന്ത് വരും? പിശാച് വരും. ജാരശങ്കിൽ എന്ത് വരും? വരും. ക്രോധത്തിൽ ആര് വരും? ക്രോധത്തിൽ ആര് വരും? പിശാച് വരും. ശാഠ്യം കാണിച്ചാൽ ആര് വരും? പിശാച് വരും. ദന്തപക്ഷം കാണിച്ചാലോ, ഭിന്നത, അല്ലേ, അസൂയ കാണിച്ചാലോ അവിടെയും വരും. മദ്യപിച്ചാലോ അവിടെയും വരും. വെറുക്കൂത്ത് കാണിച്ചാലോ അവിടെയും വരും. അപ്പൊ ഇവിടെ എല്ലാം, അതുകൊണ്ട് കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞത്, ഈ ദൈവരാജ്യത്തിൽ അവകാശമാക്കി തീർക്കത്തില്ല. അങ്ങനെയുള്ളൊരു ദൈവരാജ്യത്തിന് അവകാശമായി തീരത്തില്ല. കാരണം എന്താണ്? ഇവൻ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെട്ടിട്ട് അവനെ പുറത്താക്കണം. മാനസാന്തരപ്പെടുമ്പോൾ ആര് വരും? യേശു വന്ന ഡോറുകൾ അടയ്ക്കും. ഡോറിനടച്ചിട്ട് അവനെ പുറത്താക്കും. ഓ ഹല്ലേലൂയ. അവനെ കഴുത്തിന് പിടിച്ചെന്ന് പുറത്താക്കാൻ ദൈവം കാണിക്കുന്നത്. ഇനി കഴുത്തിന് പിടിച്ച് പുറത്താക്കും. താങ്ക് യു ജീസസ്. ഈ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, അത് നമ്മുടെ ഇടയിലില്ല, എന്നാലും ഞാൻ വായിച്ചേക്കാം. നമ്പർ 4, കൾട്ട് ആക്ടിവിറ്റീസ് എന്നാ പറയുക. കൾട്ട് ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ പിശാച് ഉണ്ടാവും. മനസ്സിലായോ? കൾട്ട് ആക്ടിവിറ്റീസ്, ഹലോവൻ, അല്ലേ, ഹലോവൻ, കൾട്ട് ആക്ടിവിറ്റീസ്, അല്ലേ, ക്രിസ്മസ് പ്രോഗ്രാംസ്, പല പല രീതിയിലുള്ള ക്രിസ്മസ് പ്രോഗ്രാംസ്. ആര് വരും? പിശാച് വരും. ഈസ്റ്റർ, പല പല പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനകത്തെല്ലാം കയറി വരും. നോക്കിയേ, കൾട്ട് ആക്ടിവിറ്റീസ് വന്നാൽ പിശാച് വരും. വായിച്ചു നോക്കി. കണ്ടോ? മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, അടുത്ത പ്രശ്നക്കാരൻ, ധൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരുടെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. കണ്ടാൽ ആര് വരും? ഇപ്പം വരും. ജീസസ് അറിവില്ലായ്മ കാലത്ത് ഇങ്ങനെ എല്ലാം പോയിട്ടുണ്ടല്ലേ. രാത്രി ക്ഷമ ചോദിച്ചിട്ട് കർത്താവോട് പറയണം, വാതിലടയ്ക്കാൻ പറഞ്ഞു. കർത്താവേ വാതിലട ചേർണം, അല്ലേ. അടുത്തത് പ്രോവർബോട് ഞാൻ വായിച്ചു നിർത്തുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രോവർബോട് ഞാൻ നിർത്തുക. ഈ 12-ന്റെ 121-3 വായിച്ചു നോക്കി. 123 തോന്നുന്നു. നമുക്ക് 12-ന്റെ 1 ഒന്ന് വായിക്കും. 12-ന്റെ 1 എന്തോ ഒന്ന് പറഞ്ഞേ. അല്ല, അധരങ്ങളുടെ രംഗത്ത് വല്ലാത്ത കണിയുണ്ട്, നീതിമാനോ കഷ്ടത്തിൽ ഒഴിഞ്ഞു പോകും. അധരങ്ങളുടെ രംഗത്ത് വല്ലാത്ത കണിയുണ്ടെന്ന് ഇരിക്കുന്നത്. 13-3 വായെ കാത്തുകൊള്ളുന്ന പ്രാണനെ സൂക്ഷിക്കുന്നു. അതേതത്? 3 അല്ലേ? യെസ്. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. അധരങ്ങളെ പിളർക്കുന്നവന് നാശം ഭവിക്കും. Hallelujah. But when speaking powerful words, they attract demon. മനസ്സിലായോ? ഡീമനെ നമ്മൾ വിളിച്ചു വരുത്തുക, അല്ലേ. ദേഷ്യം വരുമ്പോൾ അത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്ത് പറ്റും? ഡീമൻ ഇങ്ങനെ ഓടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാണനെ സൂക്ഷിക്കുക. എങ്ങനെ വേണം? അധരങ്ങളെ
നമ്മൾ സൂക്ഷിക്കണം, വായ കാത്തുകൊള്ളണം, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. കർത്താവ് പറഞ്ഞ എന്താണ്? ഉവ്വ ഉവ്വ, ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെന്ന് മാത്രമേ വരാവുള്ളൂ. അതിനപ്പുറമായിട്ട് എവിടുന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് കർത്താവ് പറഞ്ഞ സിമ്പിൾ, ദുഷ്ടനിൽ നിന്ന് വരുന്നു. കേഴ്സ് അല്ലേ, നമ്മൾ ശപിച്ചാൽ എവിടുന്ന് വരുന്നു? പിശാചിന്ന് വരുന്നു. ദേഷ്യപ്പെട്ട അതും ഇതൊക്കെ പറഞ്ഞാൽ എവിടുന്ന് വരുന്നു? പിശാചിന്ന് വരുന്നു അല്ലേ? സിമ്പിൾ അല്ലേ? കർത്താവ് പറഞ്ഞ സിമ്പിളാണ്. ഉവ്വ ഉവ്വ, ഇല്ല ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും തർക്കിക്കാനോ വാദിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ചുടിപ്പിക്കാൻ വരുമ്പോൾ സ്ഥലം വിട്ടേക്കണം. അവിടുന്ന് നിൽക്കരുത് അല്ലേ? എനിക്ക് കേൾക്കണം, നീ സംസാരിക്കാനത് പറയണം. ജീസസ് ജീസസ്. കാരണം എന്താണ്? നമ്മളെ ചൂടാക്കാൻ വരും അല്ലേ? നിങ്ങൾ പ്രായമുള്ള വ്യക്തിയല്ലേ? നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ മേലെ? നിങ്ങൾ വീട്ടിലെ ഏറ്റവും മൂത്ത ആളല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ മേലെ അല്ലേ? നിങ്ങൾ കാരണവനല്ലേ? നിങ്ങൾ അല്ലേ? നിങ്ങളിപ്പോൾ ചർച്ചിലെ ഏറ്റവും പ്രായമുള്ള ആളല്ലേ? എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇപ്പം വരുന്നത്. നോക്കി, നമ്മളങ്ങോട്ട് ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലോ അവസാനം അടിയായി, വഴക്കായി അല്ലേ? ബഹളമായി. ആര് കയറി? നമ്മുടെ ആത്മീയം പോയി, നമ്മുടെ പ്രാർത്ഥനയെ മുടങ്ങി, അവനുമായിട്ട് പിണക്കവുമായി, നമ്മളെ കുറച്ച് നാളത്തേക്ക് ക്ഷീണിപ്പിക്കുകയും ചെയ്യും. ആര് കയറി? പിന്നെ നമ്മൾ മാനസാന്തരപ്പെട്ട് അല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോഴാണെന്ന് ലെവലായി വരുന്നത്. അപ്പം ആര് ഡോറടച്ചു? യേശു ഡോറടച്ചു. ഹല്ലേലൂയ. ഇപ്പം രാത്രി നിർത്തട്ടെ. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. ഉറാപാല ഷന്തരാഹനാസനെ എല്ലാവരും ദിവസം എഴുന്നേറ്റിരുന്നാലും യേശുവിന്റെ നാമത്തിൽ രാത്രി കർത്താവേ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാലും എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് കുറവുകൾ കിടക്കുന്നത്? പരിശുദ്ധാത്മാവോട് ചോദിച്ചു എവിടെയാണ്? നമുക്കറിയാം നമ്മുടെ കുറവുകൾ എവിടെയാണ്. കർത്താവേ വാതിലടച്ചാലും യേശുവിന്റെ നാമത്തിൽ കർത്താവേ ബോഷ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവോട് പറഞ്ഞാൽ ബോഷ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവ് എന്തെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും സിനിമകളുണ്ടെങ്കിൽ കർത്താവോട് പറഞ്ഞാൽ വാതിലടയട്ടെ. ആ വാതിലടയട്ടെ ഇന്ന് രാത്രിയിൽ. രാത്രി വാതിലടയട്ടെ. യേശുവിന്റെ നാമത്തിൽ വാതിലടയട്ടെ. യേശുവിന്റെ നാമത്തിൽ വാതിലടയട്ടെ. In the name of Jesus. In the name of Jesus. In the name of Jesus. വാതിലടയട്ടെ. ഉറാലാബ ശരവരവരക ശന്തരകട. Yes, വാതിലടയട്ടെ. ജീസസ് ജീസസ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജിബലബലബ ശംബബാറകനാറകട. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അല്പസമയം പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. വിശ്വാസം ഉണ്ടെങ്കിൽ വെളിപ്പെട്ട് വരട്ടെ. ഡീമൻസ് ഒക്കെ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. വെളിപ്പെട്ട് വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെട്ട് വരട്ടെ. എല്ലാം വെളിപ്പെട്ട് വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെട്ട് വരട്ടെ. ശബനബന ശംബൽ കമന ഹസ്തന. ജീസസ് ജീസസ് ജീസസ്. രാത്രി ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വചനത്തിലൂടെ വിടുതൽ നടക്കട്ടെ. കർത്താവേ ആത്മാവിന് വിടുതൽ നടക്കട്ടെ. ഏൽപ്പിച്ചു കൊടുത്താലും യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുത്താലും എന്താ റിവൈവൽ എന്ന് പറയുന്നത്? റിവൈവൽ ഇതാണ്. നമ്മൾ രാത്രി പിശാചിനെ പുറത്താക്കാൻ പോവാം. ഡീമൻസിനെ പുറത്താക്കാൻ പോവാം. അവന്റെ സ്ട്രോങ് മാനെ നമ്മൾ ബന്ധിക്കാൻ പോവാം. വെളിപ്പെട്ട് വരട്ടെ. എല്ലാം വെളിപ്പെട്ട് വരട്ടെ. എവിടെയുള്ള മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ വെളിപ്പെട്ട് പോവാം. വെളിപ്പെട്ട് പോവാം. വെളിപ്പെട്ട് പോവാം. യേശുവിനെ വെളിപ്പെട്ട് വരില്ല. In the name of Jesus. In the name of Jesus. നമ്മുടെ സ്വന്തം ആൾക്കാരുടെ എല്ലാത്ത ശവത്തെ പോലെ തൊടാൻ പാടില്ല. സ്വന്തം സ്വന്തം അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരൻ അങ്ങനെയല്ല, നമ്മുടെ ഭാര്യയോ വെളിയിൽ നിന്ന് ഒരാൾ മരിച്ച അവരുടെ ശവത്തെ പോലെ തൊടാൻ പാടില്ല. അത് കടനീതിലുള്ള അത് അതിൻ്റെ അകത്തുള്ള ടീമിന്റെ പ്രവർത്തനം ഉണ്ടാവും. അതിൻ്റെ അകത്തുള്ള ഒരു ടീമിൽ എപ്പോഴും ശരീരം നോക്കി നടക്കുന്ന ടീമിന്
Jesus, 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 Jesus. ചിലത് കിളകുന്നുണ്ടോ? ചിലത് കിളകുന്നുണ്ടോ? ചിലത് കിളകുന്നുണ്ട്. ഇതിനകത്ത് കിളകും. പ്രാർത്ഥിച്ചോ? ധൈര്യത്തോട് പ്രാർത്ഥിക്കുന്നു. Hallelujah. Yes. ഈ ഒരു സ്ത്രീ തലയിട്ടിങ്ങനാക്കി ഇളയിക്കൊണ്ടിരിക്കുക. വൈറ്റ് വെള്ള സാരി കൊടുത്ത് ഒത്തിരി തലയിട്ടാക്കി ഇങ്ങനെ തലയിട്ടാക്കി ഇങ്ങനെ വെള്ളം എവിടുന്നോ പ്രാർത്ഥിക്കുന്നത്, എവിടുന്ന് വന്നാലും പുറത്താക്കാൻ പ്രാർത്ഥിക്കും. അത് പുറത്താക്കാൻ ശക്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കടന്നു ചെല്ലുമ്പോൾ തന്നെ ദൈവസ്ഥാനം വ്യാപരിക്കട്ടെ. അത് വെളിപ്പെട്ട് വരേണ്ടത് യേശുവിനത് വെളിപ്പെട്ട് വരട്ടെ. ഈ മുല്ലപ്പൂക്കൾ കാണിക്കുന്നത് പൂക്കളിലൂടെ വിഷയം വരും.